ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഗണിതത്തിൻ്റെ പ്രായോഗിക മൂല്യം നേടുന്നതുമായി ബന്ധപ്പെട്ട സന്ദർഭം അല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി, ജ്യാമിതീയ രൂപങ്ങൾ വരച്ച് നിറം കൊടുക്കുക. Which of the following situation is not relevant for acquiring practical value? Answer option D, draw geometrical figures and color them. ചിത്രത്തിലെ ചതുരം ABCDയിൽ AB സമം 8 സെൻറ്റിമീറ്റർ, BC സമം 5 സെൻറ്റിമീറ്റർ, ABയുടെ മധ്യബിന്ദുവാണ് P എങ്കിൽ ത്രികോണം APCയുടെ പരപ്പളവ് എന്ത്? In a rectangle ABCD shown in the figure, AB is equal to 8 centimeter, BC is equal to 5 centimeter and P is the midpoint of AB. What is the area of triangle APC? ഇതാണ് നമ്മുടെ ഫിഗർ എന്ന് പറയുന്നത്. AB എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്റർ, P മിഡ് പോയിൻ്റ് ആണ്, AP 4, PB 4. APCയുടെ പരപ്പളവാണ് ചോദിച്ചിരിക്കുന്നത്. ഏരിയ ഓഫ് ട്രയാങ്കിൾ APC ഈക്വൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ ABCD മൈനസ് ഏരിയ ഓഫ് BPC മൈനസ് ഏരിയ ഓഫ് ADC. Five into 8 minus 5 into 4 into 1/2 minus 1/2 into 5 into 8, 40 minus 10 minus 20, 40 minus 30, 10. Answer option A, 10 ചതുരശ്ര സെൻറ്റിമീറ്റർ. പ്രശസ്ത ഗ്രന്ഥമായ ലീലാവതി എഴുതിയത്? ആൻസർ ഓപ്ഷൻ സി, ഭാസ്കരാചാര്യ. The famous book Leelavati is written by? Answer option C, ഭാസ്കരാചാര്യ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും അനുയോജ്യമായ ബോധനതന്ത്രം ഏത്? ആൻസർ ഓപ്ഷൻ ഡി, കുട്ടികളെ അറിവ് കണ്ടെത്താൻ പ്രാപ്തരാക്കുക. Which of the following is the most appropriate teaching strategy? To encourage children to search for knowledge. (3.725 plus 2.125 the whole square minus 3.725 minus 2.125 the whole square by 3.725 into 2.125 തുല്യമായത്? നമുക്കറിയാം ഇതിന് തുല്യമായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. A plus B the whole square minus A minus B the whole square divided by A into B. A square plus 2AB plus B square minus
a square minus 2ab plus b square by ab. A square plus 2ab plus b square minus a square plus 2ab minus b square divided by ab. Cancel ചെയ്യുന്നു. 4ab by ab equal 4. Answer option D 4. ഒരു സംഖ്യയുടെ 25% 40 ആ സംഖ്യ ഏത്? 25% of a number is 40. What is that number? ഒരു നമ്പർ എക്സ് എന്നെടുക്കുന്നു. എക്സിൻ്റെ 25% 25/100 ഈക്വൽ 14 തന്നിട്ടുണ്ട്. 25x ഈക്വൽ 4000. എക്സ് ഈക്വൽ 4000/25 ഈക്വൽ 160. ആൻസർ ഓപ്ഷൻ ഡി 160. ചുവടെ കൊടുത്തിരിക്കുന്ന സംഖ്യാശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത്? Which is the next number in the following number pattern? പൂജ്യം 3 8 15 നമുക്ക് തന്നിരിക്കുന്നത്. ഇവ തമ്മിലുള്ള ഡിഫറൻസ് 3 5 7 9. അപ്പോൾ അടുത്ത നമ്പർ എന്ന് പറയുന്നത് 15ൻ്റെ കൂടെ 9 കൂട്ടുന്നു 24. ആൻസർ ഓപ്ഷൻ സി. ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവ് 24 സെൻറ്റിമീറ്റർ ആയാൽ അതിൻ്റെ പരപ്പളവ് എത്ര ചതുരശ്ര സെൻറ്റിമീറ്റർ? The perimeter of a square is 24 cm. What is its area in square centimeter? ചുറ്റളവ് എന്ന് പറയുന്നത് 4a ആണ്, ഈക്വൽ 24. a ഈക്വൽ 24/4 ഈക്വൽ 6. ഏരിയ സൈഡ് ഇൻറ്റു സൈഡ് 6 ഇൻറ്റു 6 36. ആൻസർ ഓപ്ഷൻ സി 36. തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ജനസംഖ്യ കണക്ക് ചുവടെ ഗ്രാഫിൽ നൽകിയിരിക്കുന്നു. ഈ സംസ്ഥാനങ്ങൾ പരിഗണിച്ചാൽ ശരാശരി ജനസംഖ്യയോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന സംസ്ഥാനം ഏത്? നമുക്ക് നോക്കിയാൽ അറിയാം. ശരാശരി ജനസംഖ്യ എന്ന് പറയുന്നത് 4.9, ഏകദേശം 4.9 ആയിരിക്കും. അതിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ആന്ധ്രാപ്രദേശ്. ആൻസർ ഓപ്ഷൻ എ. The population statistics of South Indian states are given in the following graph. Which state's population is very close to the average population of these states? Answer option A, Andhra Pradesh. കുട്ടിയുടെ പഠന നേട്ടം അളക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ ടൂൾ? ഓപ്ഷൻ എ, സിദ്ധിശോധകം. The most suitable tool for measuring the learning outcome of a student is? Answer option A, achievement test.
1000 രൂപയ്ക്ക് 10% നിരക്കിൽ 2 വർഷത്തേക്കുള്ള കൂട്ടുപലിശ എന്ത്? What is the compound interest acquired on an amount of 1000 at the rate of 10% for a period of 2 years? നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് 1000 ആണ്. ഇൻട്രസ്റ്റ് റേറ്റ് 10%, n വർഷം 2. ഇക്വേഷൻ p into 1 plus r by 100 the whole raised to n, 1000 into 1 plus 10 by 100 the whole square, 1000 into 110 divided by 100 into 110 divided by 100 equal 1210. നമ്മുടെ ടോട്ടൽ എമൗണ്ട് ആണ് 2 വർഷം കഴിഞ്ഞ് ലഭിക്കുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് കാണാൻ നമ്മളുടെ എമൗണ്ട് മൈനസ് ചെയ്യുക. 1210 മൈനസ് 1000, ആൻസർ 210. ഓപ്ഷൻ സി. അപഗ്രഥന രീതിയുടെ സവിശേഷതയാണ് ആൻസർ ഓപ്ഷൻ ഡി, അറിയാത്തതിൽ നിന്നും അറിയാവുന്നതിലേക്ക്. The characteristic of analytic method is from unknown to known. ആശയസമ്പാദന മാതൃക ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി, ബ്രൂണർ. To whom is concept attainment model related? Answer option B, Brunner. ഒരു കച്ചവടക്കാരൻ 100 രൂപയ്ക്ക് 5 എന്ന തോതിൽ ബുക്ക് വാങ്ങി 100 രൂപയ്ക്ക് 4 എന്ന തോതിൽ വിറ്റു. അയാൾക്ക് കിട്ടിയ ലാഭ-നഷ്ട ശതമാനം എത്ര? A merchant purchased book at the rate of 5 rupees 100 and sold it at the rate of 4 100. What is his profit or loss percent? ആദ്യം രൂപ എഴുതണം. രണ്ടാമത് എണ്ണം. 100 രൂപയ്ക്ക് 5 എണ്ണം എന്ന തോതിലാണ് വാങ്ങിയത്. 100 രൂപയ്ക്ക് 4 എന്ന തോതിൽ വിറ്റു. നമ്മളിതിനെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 100 × 5 500, 100 × 4 400. വിറ്റ വില 500, വാങ്ങിയ വില 400. 500 മൈനസ് 400 100. ലാഭമാണ്. ലാഭശതമാനം 100/400 × 100, 100/4 ഈക്വൽ 25% ലാഭം. ആൻസർ ഓപ്ഷൻ ബി, 25% ലാഭം. ഫലപ്രദമായ ബോധനം എന്നത് ആൻസർ ഓപ്ഷൻ ഡി, മുകളിൽ കൊടുത്തിട്ടുള്ളവയെല്ലാം. Effective teaching is answer option D, all the above. $54 km/മണിക്കൂർ വേഗത്തിലോടുന്ന ഒരു ട്രെയിൻ ഒരു ഇലക്ട്രിക് പോസ്റ്റ് കടക്കാൻ 20 സെക്കൻഡ് സമയം എടുക്കുന്നുവെങ്കിൽ ട്രെയിനിൻ്റെ നീളം
A train running at the speed of 54 km per hour takes 20 seconds to cross an electric post. Then the length of the train is. Speed 54 km per hour. Time 20 second. നമുക്ക് സ്പീഡിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റണം. 54 ഇൻറ്റു 5/18 ഈക്വൽ 15 മീറ്റർ പെർ സെക്കൻഡ്. ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സ്പീഡ് ഇൻറ്റു ടൈം 15 ഇൻറ്റു 20 300 മീറ്റർ. ആൻസർ ഓപ്ഷൻ ബി 300 മീറ്റർ. y is equal to x minus 2/3 plus 3x/2x minus 1 എന്ന സമവാക്യത്തിൽ x is equal to -1 ആയാൽ y-യുടെ വില. In the equation y is equal to x minus 2/3 plus 3x/2x minus 1. Y equal x minus 2/3 plus 3x/2x minus 1. x is equal to -1 ഈ ഇക്വേഷൻ അകത്തോട്ട് കൊടുക്കണം. y equal -1 minus 2/3 3 into -1 divided by 2 into -1 minus 1 minus 3/3 plus minus 3/2 minus 1 minus 3/3 plus minus 3/3 equal -1 plus 1 equal 0. O കേന്ദ്രമായ വൃത്തത്തിലെ ബിന്ദുക്കളാണ് എ, ബി, സി എന്നിവ. ആംഗിൾ എ ഒ ബി സമം 50 ഡിഗ്രി. എ ബി സമം ബി സി ആയാൽ കോൺ ഒ സി ബിയുടെ അളവ്. A, B, C are points on the circle with center O. If angle AOB equal 50 degree and AB is equal to BC, then the measure of angle OCB ആണ് question. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് OCB എന്ന് പറഞ്ഞ ആംഗിളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കറിയാം AOB 50 ഡിഗ്രി ആണെന്നറിയാം. OA സമം OB ആണെന്നറിയാം. അതുപോലെ തന്നെ AB സമം BC ആണെന്നും അറിയാം. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. കാരണം OA സമം OB ആണെങ്കിൽ ഇവിടെ OB സമം OC ആയിരിക്കും. അതുപോലെ ABയും BCയും തുല്യമായിരിക്കും. രണ്ടിൻ്റെയും കോണുകളും തുല്യമായിരിക്കും. OAB എന്ന ത്രികോണത്തിൽ OA സമം OB, ആംഗിൾ AOB 50 ഡിഗ്രി, ആംഗിൾ OAB പ്ലസ് ആംഗിൾ OBA സമം 180 മൈനസ് 50 130. ആംഗിൾ OAB is equal to ആംഗിൾ OBA ഈക്വൽ 130/2 സമം 65 ഡിഗ്രി. OABയും OBAയും 65 ഡിഗ്രി ആയിരിക്കും. ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ചോദിച്ചിരിക്കുന്നത് ആംഗിൾ OCB ആണ്. OCBയും 65 ഡിഗ്രി. ആൻസർ ഓപ്ഷൻ സി. മൂന്ന്, 4, 5 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ പൂർണ്ണവർഗം.
The least perfect square which is divisible by 3, 4 and 5 is 3, 4, 5 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ പൂർണ്ണവർഗ്ഗമാണ് ചോദിച്ചിരിക്കുന്നത്. 3, 4, 5 എന്നിവയുടെ LCM 60 ആണ്. 60നെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുക. 2, 30, 2 നമുക്ക് കിട്ടും 2, 2, 3, 5 എന്ന് കിട്ടും. അതിൽ പെയർ ഇല്ലാത്തത് 3ഉം 5ഉം ആണ്. അപ്പോൾ നമുക്ക് 60 × 3 × 5 ചെയ്യുക. 60 × 15, ആൻസർ 900. ആൻസർ ഓപ്ഷൻ ബി. ഒരു സംഖ്യയുടെ 1/3 ഭാഗത്തിൽ നിന്നും ആ സംഖ്യയുടെ 1/4 ഭാഗം കുറച്ചാൽ 10 കിട്ടും. സംഖ്യ ഏത്? When 1/4 of a number is subtracted from 1/3 of that number, we get 10. What is the number? നമ്പർ എക്സ്, നമ്പറിൻ്റെ 1/3 x × 1/3 മൈനസ് അതേ നമ്പറിന് 1/4 x × 1/4 ഈക്വൽ 10. x/3 മൈനസ് x/4 ഈക്വൽ 10. 4x മൈനസ് 3x/12 ഈക്വൽ 10. x/12 ഈക്വൽ 10. x is equal 120. ആൻസർ ഓപ്ഷൻ എ 120. പഠനോപകരണങ്ങൾ പ്രധാനമായും ഉപയോഗിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി അമൂർത്തത കുറയ്ക്കുന്നതിന്. ലേണിംഗ് എയ്ഡ്സ് ആർ മെയിൻലി യൂസ്ഡ് ഫോർ. ആൻസർ ഓപ്ഷൻ ഡി റെഡ്യൂസിംഗ് അബ്സ്ട്രാക്ട്നെസ്. രണ്ട് സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുക 41 അവയുടെ ഗുണനഫലം 20 ആയാൽ സംഖ്യകളുടെ തുക എന്ത്? The sum of the squares of two numbers is 41 and its product is 20. What is the sum of the numbers? രണ്ട് സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുക എന്ന് പറയുന്നത് x² + y² = 41. പ്രോഡക്റ്റ് xy is equal to 20. x + y the whole square equal x² + y² + 2xy. 41 + 2 × 20. 41 + 40 = 81. x + y equal √81 equal 9. Answer option B.